ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സഹകരണത്തിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയ സ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ചാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. 17ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ശൃണ്വതാം സ്വകഥാഃ കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദി അന്തസ്ഥഃ ഹി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ശൃണ്വതാം സ്വകഥാഃ കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദി അന്തസ്ഥഃ ഹി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ കേൾക്കുന്ന സമയത്തുള്ള പ്രത്യേകതയെക്കുറിച്ചിട്ട് പറയുന്നു. ഭഗവാനും ഭഗവാന്റെ കഥകളും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ കഥകൾക്ക്, ഭഗവാന്റെ തിരുനാമങ്ങൾക്ക് ഭഗവാനെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരാനുള്ള കഴിവുണ്ട് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ
ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ സൂചിപ്പിക്കുന്നത്. ബോക്സ് ആരാണോ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ കേൾക്ക്, പുണ്യശ്രവണ കീർത്തന എന്നാണ് പറയുന്നത്. പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഭാഗവതത്തിലെ ഓരോ വാക്കുകളും അത്രയും പ്രത്യേകം ദിവ്യമായിട്ടുള്ള അനുഭൂതി തരാൻ കഴിവുള്ളതാണ്. പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ കേൾക്കുന്ന സമയത്ത്, പുണ്യമായുള്ള കഥകൾ ശ്രവണ കീർത്തന, അതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, കീർത്തനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഹൃദയത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആ ദോഷങ്ങളും ഇല്ലാതെയായിത്തീരുന്നു. കാരണം എന്താണ്? സുഹൃൽ സതാം, സജ്ജനങ്ങളുടെ പതിയായിട്ടുള്ള ഭഗവാൻ, സജ്ജനങ്ങളുടെ പ്രാണനാഥനായിട്ടുള്ള ഭഗവാൻ ആ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എത്ര മലിനമായ ഹൃദയത്തിനെയും പരിശുദ്ധമാക്കി തീർക്കുന്നു എന്നതാണ്. എത്ര കൂരിരുട്ടുള്ള ഒരു മുറിയാണെങ്കിലും അവിടെ ഒരു വിളക്ക് കൊണ്ടുവന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ഇരുട്ടില്ലാതെത്തിയിരുന്നു. ഇതേപോലെ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ കഥകൾ ചെവികളിൽ കൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്ര ദോഷങ്ങളുള്ള കർമ്മബന്ധനങ്ങളുള്ള ഹൃദയമാണെങ്കിൽ പോലും, സഞ്ചിതമായ കർമ്മങ്ങളുടെ ഹൃദയമാണെങ്കിൽ പോലും ആ നിമിഷം മനസ്സ് പരിശുദ്ധമായി തീരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾക്ക് പരിശുദ്ധി തോന്നാതിരിക്കുന്നത്? എത്രയെത്രയോ ജന്മങ്ങളിൽ നമ്മൾ സമാർജിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള സംസ്കാരം അത് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ കഥകളോട് നമ്മൾക്ക് ആകർഷണം തോന്നണില്ല. അങ്ങനെ ആകർഷണം തോന്നണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവാന്റെ ഈശ്വരപ്രാപ്തി എന്നതാണ്, കൃഷ്ണ സാക്ഷാത്കാരമാണ് എന്നുള്ള ധാരണയോടുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഹൃദയത്തിൽ സാന്നിധ്യം ചെയ്യും. അതാണ് ശുദ്ധേ ഭവതി ഗോവിന്ദേ സ്വയമേവ പ്രകാശത്തെ എന്നാണ്. ശുദ്ധമായുള്ള ഹൃദയത്തിൽ ഭഗവാനുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ പല പല മാലിന്യങ്ങളും കർമ്മബന്ധങ്ങളും ഉള്ളത് കൊണ്ട് ഭഗവാന്റെ പ്രകാശം നമ്മൾ അറിയാതിരിക്കുകയാണ്. ആ പ്രകാശം പൂർണ്ണമായി അനുഭവപ്പെടും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത്, നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികി. ശ്രവണം ശ്രദ്ധ മുതലായിട്ടുള്ള ആ 8 ഭാവങ്ങളെ 9 ഭാവങ്ങളെ കുറിച്ചിട്ടാണ്, ശ്രദ്ധ മുതൽ പ്രേമം വരെയുള്ള ഭാവങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. നഷ്ടപ്രായേഷു അഭദ്രേഷു, അനർത്ഥ നിവൃത്തി എന്നതൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്രായേഷു അഭദ്രേഷു, അത് അഭദ്രങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, എല്ലാവിധത്തിലുള്ള ആ അഭദ്രങ്ങളും അമംഗളങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിത്യം ഭാഗവത സേവയാ, എങ്ങനെയാണ് ഇല്ലാതായി തീർന്നത്? നിത്യം ഭാഗവത സേവയാ, ഭാഗവതത്തിനെ സേവിക്കുന്നത് കൊണ്ട്, പിന്നെ ഭാഗവതന്മാരെ സേവിക്കുന്നത് കൊണ്ട് എന്ന്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയിട്ടുള്ള ആളെയാണ് ഭാഗവതൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭാഗവതൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഭാഗവതൻ, വ്യക്തി ഭാഗവതൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള, അതായത് ഗുരു പരമ്പരാ പ്രാപ്തമായിട്ടുള്ള ഈ അറിവിനെ സ്വയം അതിനെക്കുറിച്ച് സ്വാംശീകരിച്ച് അവനവൻ സ്വയം ഉപാസന ചെയ്ത്, ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉപാസന ചെയ്ത്, എന്നിട്ട് ലോകമംഗളത്തിനായിട്ട് ഇതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ ആണ് ഭാഗവതന്മാരെ എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള നിത്യം ഭാഗവത സേവയ അങ്ങനെയുള്ള സജ്ജനങ്ങളെ ഭാഗവതന്മാരെ സേവിക്കുന്നത് കൊണ്ട്, അങ്ങനെയുള്ള ഭക്തന്മാരെ സേവിക്കുന്നത് കൊണ്ട് നഷ്ടപ്രായേഷു അഭദ്രേഷു അമംഗളങ്ങളിലേതായി തീർന്നു. പിന്നെ ഭഗവതി ഉത്തമ ശ്ലോകേ, ഭഗവാനിൽ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനിൽ അതായത് ഉറച്ച ഭക്തി ഉണ്ടായിത്തീരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് വളരെ അപ്പോൾ നമ്മൾക്ക് ആ ആത്മസാക്ഷാത്കാരത്തിന് ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത്, അതായത് ഒരേ ഒരു ഔഷധം മാത്രമാണുള്ളത്, അതായത് ഭാഗവതന്മാരായിട്ടുള്ളവരുടെ സംഘം എന്നാണ്. ഭാഗവതം ഉപാസന ചെയ്തിട്ട് അതിൽ ആത്മസാക്ഷാത്കാരം വന്നിട്ടുള്ള മഹാഭക്തന്മാരെ വരിഷ്ഠ ഭക്തന്മാരുമായിട്ടുള്ള ഒരു സംഘം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ശ്രീമൽ ഭാഗവതം എന്നുള്ള ഗ്രന്ഥവും വ്യക്തി ഭാഗവതവും ഗ്രന്ഥ ഭാഗവതവും ആണ് ഈ നമ്മളുടെ ദുഃഖങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മഹിമകൾ പരിശുദ്ധ ഭക്തന്മാരുടെ വാക്കുകളിൽ കൂടെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഈ ശ്രവണത്തിൻ്റെ പ്രത്യേകത എന്നാണ്. ഒരു ലിഫ്റ്റ് പോലെയാണ് ശ്രവണം എന്നുള്ളത് പറയും. അതായത് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, ഏറ്റവും മുകളിൽ എത്തിച്ചേരും, അതിൽ കിടന്ന് ഓടേണ്ട കാര്യമില്ല. അതേപോലെ ശ്രവണം അറിയാതെ നമ്മളെ കീർത്തനത്തിലേക്ക് എത്തിക്കുന്നു. അത് നമ്മളറിയാതെ തന്നെ സ്മരണയിലേക്ക് എത്തുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണം എന്നുള്ളത് അത് ആത്മാർത്ഥമാണ് എന്നുണ്ടെങ്കിൽ, ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്രവണം നമ്മളെ ആത്മനിവേദനത്തിലേക്ക് വരെ എത്തിക്കുന്നു എന്നതാണ് പ്രത്യേകത. 19ാമത്തെ ശ്ലോകം. തദാരജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തദാരജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ചയേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തദാ രജഃ തമഃ ഭാവാഃ കാമലോഭ ആദയഃ ച യേ ചേതഃ ഏതൈഃ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തദാ രജഃ തമഃ ഭാവാഃ കാമലോഭ ആദയഃ ച യേ ചേത ഏതൈഃ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തഥാ രജസ്തമോ ഭാവ. അപ്പോൾ നമ്മളുടെ ഈ ഹൃദയത്തിൽ രജോ ഗുണം തമോ ഗുണം ഉള്ളത് കൊണ്ടാണ് കാമം, ലോഭം മുതലായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. രജോ ഗുണം തമോ ഗുണം അത് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ വരുന്നു. രജോ ഗുണം വരുന്ന സമയത്ത് പിന്നെ പല വിധത്തിൽ കാമം വരുന്നു, ആഗ്രഹങ്ങൾ വരുന്നു, പലതിനോട് ആഗ്രഹങ്ങൾ വരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയുള്ള ഒരു അലഞ്ഞു തിരിയൽ എന്നല്ലേ അങ്ങനെ നടക്കുന്നു. അതോടുകൂടെ പിന്നെ ഈ തമോ ഗുണം വരുന്നതോട് കൂടിയിട്ട് ആലസ്യം വരുന്നു. പിന്നെ പല വിഡ്ഢിത്തങ്ങളും മനസ്സിൽ ഫൂളിഷ്നെസ് അത് വരുന്നു. പിന്നെ നമുക്ക് ഉറക്കം വരുന്നു. എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ, എപ്പോഴും ആലസ്യം എന്നുള്ള അവസ്ഥ, ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആലസ്യത്തിൻ്റെ അവസ്ഥ, പല സ്ഥലത്തുള്ള മനസ്സ് പല സ്ഥലത്തേക്കും അലഞ്ഞു തിരിയുന്ന അവസ്ഥ. അതുമാത്രമല്ല ആഗ്രഹങ്ങൾ, പല ആഗ്രഹങ്ങളും. ഇതെല്ലാം രജോ ഗുണം തമോ ഗുണം ഇത് നമ്മളുടെ ആ മനസ്സിൽ വരുന്ന സമയത്താണ് എന്നാണ്.
ആ സമയത്ത് നമ്മൾക്ക് മനസ്സ് വേണ്ട വിധത്തിൽ ഏകാഗ്രമായിട്ട് മാറില്ല. അപ്പോൾ ആ മനസ്സ് സത്വഗുണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സത്വഗുണത്തിലേക്ക് വരണമെന്നുണ്ട്. ചേത ഏത് രണാവിധം സ്ഥിതം സത്വേ പ്രസീതതി. സത്വഗുണത്തിലേക്ക് ഈ മനസ്സ് എത്തുന്ന സമയത്ത് മാത്രമാണ് ഈ നമ്മൾക്ക് ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് എന്നാണ്. ഒരു അഭക്തനായിട്ടുള്ള ആള് എത്ര കണ്ട് ഭഗവാനോട് ഭക്തി ഇല്ലാത്ത ഒരാള് എത്ര കണ്ട് അവര് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിലും ഭൗതികമായിട്ട് എത്ര ഉയർന്നു കഴിഞ്ഞാലും ആ ആൾക്ക് എന്താണ്, ഒരു ഫൂളിഷ് ഓർ പാഷനേറ്റ്, അവർ പലത്തിനോട് അവർക്ക് സംഘം ഉണ്ടാവും എന്നാണ്. എന്നാൽ ഒരു ഭക്തനായിട്ടുള്ള ആള് എത്ര വെറും സാധാരണക്കാരനാണെങ്കിൽ പോലും ഭഗവാന്റെ കൃഷ്ണഭക്തനായിട്ടുള്ള ഒരാള് ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഇങ്ങനെ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്ന ഒരാധുനികനേക്കാൾ എത്രയോ ഉയർന്ന തലത്തിലാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ആ സത്വഗുണം പ്രകാശിച്ചു കഴിഞ്ഞാൽ 3 ഗുണങ്ങളാണ്, 3 വിധത്തിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കയറ് എന്നർത്ഥമുണ്ട്, ചങ്ങല എന്നർത്ഥമുണ്ട്. അപ്പോൾ സത്വഗുണം, രജോഗുണം, തമോ ഗുണം 3 ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിലുള്ള ഗുണങ്ങളാണ്. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇത് നമ്മളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നു. സത്വഗുണത്തിനും ബന്ധനമുണ്ട്. എന്നാൽ ആ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ സത്വഗുണം വർദ്ധിച്ച് ശുദ്ധ സത്വഗുണമായി തീരുന്ന സമയത്ത്, സത്വഗുണം ശുദ്ധമായി തീരുക, അങ്ങനെ ശുദ്ധമായി തീരുന്ന ആ സമയത്താണ് നമ്മൾക്ക് ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക. അപ്പം അതിന് ഭഗവാന്റെ സജ്ജനങ്ങളായിട്ടുള്ള ഭഗവാന്റെ വരിഷ്ഠ ഭക്തന്മാരായിട്ടുള്ള സംഘം വളരെ പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കുന്നു. 20ാമത്തെ ശ്ലോകം. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗദാ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗദാ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസഃ ഭഗവൽ ഭക്തി യോഗതഃ ഭഗവൽ ഭക്തി യോഗതഃ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ. ഏവം പ്രസന്ന മനസഃ ഭഗവൽ ഭക്തി യോഗതഃ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ. അപ്പോൾ ഇപ്രകാരം സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ആ ഭഗവത് സേവ ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്ന പറയാം. അങ്ങനെ ഭഗവത് സേവ സത്വഗുണത്തിൽ കൂടെ ഉയരുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് വർദ്ധിച്ചു വരും. അങ്ങനെ അറിവ് വർദ്ധിച്ചു വരുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള ആ കെട്ടുപാടുകളിൽ നിന്നും ആ ജീവന്, ആ വ്യക്തിക്ക്, സാധകന് മോചനം കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇത് അതായത് പറയുന്നു, അതായത് ഒരു സാധാരണ മനുഷ്യൻ ഈ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നൊക്കെ പറയും. നമ്മൾ വിജയിച്ചു എന്ന് പറയും. നല്ല ജോലി, ധാരാളം ധനം, നല്ല പദവി, അതേപോലെ സുന്ദരിയായിട്ടുള്ള ഭാര്യ, പിന്നെ നല്ല സ്ഥാനമാനങ്ങൾ, നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതാണ് അവർക്ക് ഭഗവാനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവർ
സത്സംഗത്തിൽ വരണം. സത്സംഗത്തിൽ വന്നാലേ സത്വഗുണം ഉണ്ടാവുള്ളൂ. ആ സത്വഗുണം ഉണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ആ സത്വഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും ഈ ഭഗവാനെക്കുറിച്ച് അറിയാനായിട്ട് ഉപയോഗിക്കാം. ഭൗതികമായിട്ടുള്ള ജ്ഞാനം മുഴുവൻ കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അത് ട്രാൻസെൻഡൻ്റലായിട്ട്, അതായത് ആത്മീയമായിട്ട് നമ്മൾക്ക് അതിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശരീരം എന്നുള്ളത് പാഞ്ചഭൗതികമാണ്, നശിച്ചു പോണതാണെന്ന് മനസ്സിലാവും. ആ ശരീരത്തിനുള്ളിലുള്ള ഈശ്വര ചൈതന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ആത്മചൈതന്യം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മചൈതന്യത്തിനെ സാക്ഷാത്കരിക്കാനായിട്ട് ആ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഘസ്യ ജായതേ. ഞാൻ ശരീരമല്ല എന്നുള്ള തോന്നൽ വരുമ്പോഴേക്ക് പിന്നീട് എന്താ തോന്നൽ വരിക? ഞാൻ ഈശ്വരൻ, ഒരു ആത്മചൈതന്യമാണ് എന്നുള്ളത്. ചൈതന്യം എവിടുന്ന് വന്നു? അത് ഭഗവാനിൽ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആ ഒരു ഭഗവാന്റെ ചൈതന്യമാണ്, ഭഗവാനിൽ നിന്ന് വന്ന ചൈതന്യമാണ് താൻ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എൻ്റെ കടമ എന്ത് എന്നുള്ളത് ഓർക്കാൻ സാധിക്കും. അതായത് ഞാൻ ഭഗവാന്റെ ഒരു ദാസനാണെന്നുള്ള അഹം എന്നുള്ള ഭാവം പോയിട്ട് ദാസോഹം, ദാസൻ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഉയരും. അപ്പോൾ അവരവൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് മാറും എന്ന് സൂചിപ്പിക്കുന്നു. ഭഗവത് തത്വവിജ്ഞാനം മുക്ത സംഘസ്യ ജായത. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം എന്നാണ് പറയുന്നത്. അത് മുക്തസംഘസ്യ, ഈ ഭൗതികതയിൽ നിന്നും മുക്തനായിട്ടുള്ളവർക്ക് മാത്രമേ, ഇതിൻ്റെ ആ അപകടങ്ങൾ, ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ ആ ഭഗവാനെക്കുറിച്ച് അറിയാനും കേൾക്കാനും ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഘസ്യ ജായതേ എന്നാണ്. 21-ാമത്തെ ശ്ലോകം. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാഃ ക്ഷീയന്തെ ചാസ്യ കർമാണി ദിഷ്ടയേവാത്മനീശ്വരേ. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാഃ ക്ഷീയന്തെ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഭിദ്യത്തെ എന്ന് പറഞ്ഞാൽ അതിനെ ഭേദിക്കപ്പെടുന്നു. ഹൃദയഗ്രന്ഥി എന്നാണ്. ഹൃദയഗ്രന്ഥികൾ, അതായത് നമ്മളുടെ ഈ ആത്മചൈതന്യം കിടക്കുന്നത് 7 ആവരണങ്ങൾക്ക് ഉള്ളിലാണ്. ഈ 7 ആവരണങ്ങളെയും ഭേദിക്കപ്പെടുന്നു എന്നാണ്. ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാഃ, നമ്മൾക്കുള്ള എല്ലാ ധാരണാഭേദങ്ങളും ഇല്ലാതായിട്ട് മാറുന്നു. ക്ഷീയന്തെ, അതോടുകൂടെ ക്ഷീയന്തെ ചാസ്യ കർമാണി, അതായത് എല്ലാ വിധത്തിലുള്ള കർമ്മദോഷങ്ങളും ഇല്ലാതായി തീരുന്നു, നശിച്ചു പോകുന്നു എന്നാണ്. എങ്ങനെ? ദൃഷ്ട ഏവ ആത്മനി ഈശ്വരേ. ദൃഷ്ട ഏവ ആത്മനി ഈശ്വരേ. ആ ഈശ്വരനെ ഹൃദയത്തിൽ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാഃ ക്ഷീയന്തെ ച അസ്യ കർമാണി ദൃഷ്ടേ ഏവ ആത്മനി ഈശ്വരേ. പദച്ഛേദം. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയാഃ ക്ഷീയന്തെ ച അസ്യ കർമാണി ദൃഷ്ടേ ഏവ ആത്മനി ഈശ്വരേ. അടുത്ത ശ്ലോകം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനീം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനീം. അതഃ വൈ കവയഃ നിത്യം ഭക്തിം
പരമയാ മുദ വാസുദേവേ ഭഗവതി കുർവന്തി ആത്മപ്രസാദനം. അതഃ വൈ കവയഃ നിത്യം ഭക്തിം പരമയാ മുദ വാസുദേവേ ഭഗവതി കുർവന്തി ആത്മപ്രസാദനം. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതായത് അനാദികാലം മുതൽ എന്നാണ് പറയുന്നത്. ടൈം ഇമ്മെമ്മോറിയൽ, അനാദികാലം മുതൽ അതായത് ദിവ്യന്മാരായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ളവർ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ കൂടെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പേ ഒന്നുമല്ല, ഭഗവാൻ അവതരിച്ചതിന് ശേഷമൊന്നുമല്ല, അനാദികാലം മുതൽക്കെന്നാണ് പറയണത്. എത്രയോ കാലങ്ങൾ, കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ അവർ സാക്ഷാത്കരിച്ചിരുന്നു. നിരന്തരമായിട്ട് ഭക്തി സേവനത്തിൽ കൂടെ ഭഗവാനെ ആരാധിച്ചിരുന്നു എന്നാണ്. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ എന്നാണ്. അതൊക്കെ നിത്യം ഭക്തിയും പരമമായ ഭക്തി മാർഗത്തിൽ കൂടെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ വസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ വാസുദേവ ഭഗവതി എന്നാണ്. അതായത് വാസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മപ്രസാദനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നിരന്തരമായിട്ട് സേവിച്ചിരുന്നു എന്നാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ്? നമ്മളുടെ ഭക്തിയുത സേവനം എന്നുള്ളത് ആർക്കാ സമർപ്പിക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭക്തിയുത സേവനം എന്നുള്ളത് ഭക്തി സേവനം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഭഗവാൻ സ്വയം ഭഗവാന് സ്വയം രൂപം എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്നാണ്. പിന്നെ എന്താണ്? ഭഗവാന്റെ പല തരത്തിലുള്ള ബലദേവനായിട്ട്, സംഘർഷണനായിട്ട്, വാസുദേവനായിട്ട്, അനിരുദ്ധനായിട്ട്, പ്രദ്യുമ്നായിട്ട് എന്നാണ്. പിന്നെ നാരായണനായിട്ട്, പിന്നെ പുരുഷ അവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, പിന്നെ യുഗ അവതാരങ്ങൾ, അനേകം ഭഗവാന്റെ അവതാരങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൽ അതിന് മുഴുവൻ കാരണമായിട്ടുള്ളത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ എന്ന് ഇത് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള ഭഗവാന്റെ വിസ്തരണങ്ങൾക്കും കാരണമായിട്ടുള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജീവാത്മാക്കൾ ഭഗവാനിൽ ഓരോ ജീവന്മാരും ഭഗവാനിൽ നിന്നും വിഭിന്നമായിട്ടുള്ള അംശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് യഥാർത്ഥത്തിലുള്ള പൂർണ്ണ പുരുഷോത്തമൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനത്തെ വാക്കെന്താണ്? ഈശ്വര എന്നുള്ള എന്നതിൻ്റെ അവസാനത്തെ വാക്കെന്താണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം എന്നാണ്. ദി കോസ് ഓഫ് ആൾ കോസസ് എന്ന സർവകാരണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ബലരാമനോട് കൂടിയിട്ട് ഭഗവാൻ വ്രജഭൂമിയിൽ ലീലകൾ ചെയ്തു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഈ ലീലകൾ നമ്മളിപ്പോൾ പുതുതായിട്ടൊന്നും നമ്മൾ അംഗീകരിക്കപ്പെട്ടതല്ല. എത്രയോ യുഗങ്ങൾക്ക് മുമ്പേ തന്നെ, കൃഷ്ണാവതാരത്തിൻ്റെ എത്രയോ മുമ്പേ തന്നെ ഭഗവാന്റെ വ്രതഭൂമിയിലുള്ള ലീലകൾ ലോകം സജ്ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ഭഗവത് സേവ ചെയ്തിട്ടുണ്ട്. ദിവ്യമാണ് ഭഗവാന്റെ മഹിമകൾ എന്ന് സൂചിപ്പിക്കുന്നു. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനം. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകം.
സത്വം രജസ്തമയത് പ്രകൃതിർഗുണാസ്തൈഃ യുക്തഃ പരപുരുഷ ഏകൈഹാസ്യധത്തെ സ്ഥിത്യാദേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. സത്വം രജസ്തമയത് പ്രകൃതിർഗുണാസ്തൈഃ യുക്തഃ പരപുരുഷ ഏകൈഹാസ്യധത്തെ സ്ഥിത്യാദേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. സത്വം രജഃ തമഃ ഇതി പ്രകൃതേഃ ഗുണാഃ തൈഃ യുക്തഃ പരഃ പുരുഷ ഏക ഇഹ അസ്യ ധത്തെ. സ്ഥിത്യാദയേ ഹരി വിരിഞ്ചി ഹര ഇതി സംജ്ഞാഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോഃ നൃണാം സ്യുഃ. അതായത് ഭഗവാനെ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ 3 ഗുണങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ളത്. എന്നിട്ട് ഭഗവാൻ ഈ ലോകത്തിന് അനുഗ്രഹിക്കാൻ സ്ഥിത്യാദയെ ഹരിവിരിഞ്ചി ഹരേതി, സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് ചെയ്യാനായിട്ട് ഭഗവാൻ അവതാരങ്ങളെടുക്കുന്നു, രൂപങ്ങൾ സ്വീകരിക്കുന്നു. ഭഗവാന്റെ വിസ്തരണങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അംശ അവതാരങ്ങളെ, ഭഗവാന്റെ ഗുണ അവതാരങ്ങളെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ വിഷ്ണു തത്വങ്ങൾ അതാണ് ഓരോ ബ്രഹ്മാണ്ടത്തിലും വിഷ്ണു ഉണ്ട്, ബ്രഹ്മാവുണ്ട്, മഹാദേവനുണ്ട്. അതാണ് സ്ഥിത്യാദയെ, സൃഷ്ടി സ്ഥിതി സംഹാരവത് ഹരി വിരിഞ്ചി ഹരേതി. ഹരി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ, വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഹര എന്ന് പറഞ്ഞാൽ മഹാദേവൻ. അപ്പോൾ മഹാവിഷ്ണു, ബ്രഹ്മാവ്, മഹാദേവൻ അവർ ഗുണാവതാരങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അതിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ആ ലോകത്തിനെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനായിട്ട്, അതിനെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്, പരിപാലിക്കേണ്ടതായിട്ടുണ്ട്, അതിനെ സമയം വരുന്ന സമയത്ത് സംഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 രൂപങ്ങളും ഈ ഭഗവാനിൽ നിന്ന് തന്നെ വന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ളത് ഈ 3 ത്രിമൂർത്തികൾ ഇതെല്ലാം. അപ്പം അതിൽ നിന്നും വിഷ്ണു ഭഗവാനെ ആണ് സത്വഗുണത്തിൻ്റെ അധികാരിയായിട്ട് പറയുന്നത്. ബ്രഹ്മാവ് രജോ ഗുണത്തിനും, മഹാദേവൻ അതായത് ശിവൻ തമോ ഗുണത്തിൻ്റെയും, അതേപോലെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ സത്വഗുണത്തിൻ്റെയും പ്രാതിനിധ്യം വഹിക്കുന്നു എന്നതാണ്. അത് വിചാരിച്ച് മഹാദേവൻ തമോ ഗുണമാണെന്ന് ധരിക്കുക. തമോ ഗുണം മഹാദേവന് ബാധിക്കുന്നില്ല, രജോ ഗുണം ബ്രഹ്മാവിന് ബാധിക്കുന്നില്ല. അതേപോലെ ആ സത്വഗുണത്തിൽ നിൽക്കുന്നു. സത്വഗുണത്തിൽ നിന്നുകൊണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷ്ണു ഭഗവാന്റെ മുഴുവൻ അതിൻ്റെ ഉറവിടം എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ എന്ന് പറയേണ്ടതായിട്ട് വരും. സത്വം രജസ്തമ യതി പ്രകൃതിർഗുണാസ്തൈ യുക്ത പരപുരുഷ ഏക ഇഹ അസ്യ ധത്തെ സ്ഥിത്യാദേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. അടുത്ത ശ്ലോകം. പാർത്ഥിവാൽ ദാരുണോ ഭൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം. പാർത്ഥിവാൽ ദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം. പാർത്ഥിവാത് എന്നാൽ ഭൂമിയിൽ നിന്ന് എന്നർത്ഥം. ദാരുണ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവണു, വിറക് ഉണ്ടാവണു. ദാരുണ ധൂമ
ഭൂമിയിൽ നിന്നും മരം ഉണ്ടാവണു, വിറകുണ്ടാവണു. ധൂമഹ, വിറകിൽ നിന്നും പുക ഉണ്ടാവണു. ആ പുകയിൽ നിന്നും തസ്മ അഗ്നി, അഗ്നി ഉണ്ടാവുന്നു. ത്രയീമയ, ഈ അഗ്നിയിലാണ് യജ്ഞങ്ങൾ ചെയ്യാറുള്ളത് എന്നാണ് പറയുന്നത്. അതാണ് ത്രയീമയ. തമസസ്തു രജസ്തസ്മാൽ, തമോ ഗുണം, പിന്നെ രജോ ഗുണം, സത്വഗുണം. സത്വഗുണത്തിൽ നിന്നാണ് ബ്രഹ്മദർശനം, യഥാർത്ഥത്തിലുള്ള സത്യത്തിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു, നമ്മൾക്ക് ഈ ബദ്ധജീവിതത്തിൽ നിന്നും മോചനം ആവശ്യമാണ്. മോചനം ആവശ്യമാണെങ്കിൽ അതിന് ഭഗവാനോടുള്ള ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഭക്തിയുത സേവനത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണ്? രജോ ഗുണം, തമോ ഗുണം ഇതാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ്. സത്വഗുണത്തിലുള്ള ആ വിഷ്ണു ഭഗവാന്റെ സേവയിൽ കൂടെ നമ്മൾക്ക് ആ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും മഹാവിഷ്ണു ഭഗവാൻ ഒരിക്കലും രജോ ഗുണം, രണ്ട് ഗുണങ്ങളും ഭഗവാനിൽ ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സജ്ജനങ്ങളായിട്ടുള്ളവർ ആ മഹാവിഷ്ണു ഭഗവാനെ ആണ് നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാവിഷ്ണു ഭഗവാനിൽ കൂടെയാണ് നമ്മൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയിലേക്ക് ഉയരാനായിട്ട് സാധിക്കുക എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾക്ക് സ്മരിക്കാനായിട്ട് സാധിച്ചു. ഇത് പ്രത്യേകിച്ച് ഒരു നിസ്സാരനായിട്ടുള്ള ഒരു ആളാണ് ഞാൻ എന്നുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതേപോലെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇത് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രോത്സാഹനത്തിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇനിയും സാധിക്കട്ടെ, കൂടുതൽ ആയിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിവിടെ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.